പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം യാക്കോബ് 2:26 ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നതുപോലെ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസവും മൃതമാണ്. ഞാനൊരു പ്രാവശ്യം കൂടി വായിക്കാം. ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നതുപോലെ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസവും മൃതമാണ്. യാക്കോബ് 2:26. നമ്മളെല്ലാവരും വിശുദ്ധിയിൽ ജീവിക്കുന്നു. നമ്മളെല്ലാവരും വചനം വായിക്കുന്നു, ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കുന്നു. വിശുദ്ധ കുർബാനയിലെല്ലാം നമ്മൾ ആത്മാർത്ഥമായി സംബന്ധിക്കുന്നു, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടാകും. പക്ഷേ ക്രിസ്തുവ് പറഞ്ഞിട്ടുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നുണ്ടോ? ഒന്ന്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. രണ്ടാമത്, നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അപ്പോൾ ഇതിങ്ങനെ ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വളരെ ഈസിയാണ്. എന്തിൻ്റെയെങ്കിലും യഥാർത്ഥ സ്ഥിതി അറിയണമെങ്കിൽ അത് നമ്മൾ അളക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ എന്തൊക്കെ പ്രവൃത്തികളാണ് നമ്മൾ ചെയ്തത്? അല്ലെങ്കിൽ ഇന്നലെ ക്രിസ്തുവിനാൽ പ്രചോദിതരായി നമ്മൾ എന്താണ് ചെയ്തതെന്ന് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. അപ്പോൾ ഞാനൊക്കെ എന്നോട് ചോദിച്ചു കഴിയുമ്പോൾ വളരെ നിസ്സാരമായ കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സോറി പറയാനൊന്നും ഇപ്പോൾ പഴയതുപോലുള്ള ബുദ്ധിമുട്ടില്ല. മറ്റേത് നമ്മളൊരു തെറ്റ്, ഒരു സോറിയൊക്കെ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈഗോയിനൊക്കെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. പക്ഷെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല. നമ്മൾ ചെയ്തത് തെറ്റിപ്പോയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയുവാനുള്ള ഒരു നട്ടെല്ലിനൊരു ബലം, അല്ലെങ്കിൽ ഒരു ഈഗോ ഇല്ലായ്മ, ഒരു സത്യസന്ധത, അതെല്ലാം കൈവന്നിരിക്കുന്നു. സർവേശ്വരന് നന്ദി. പക്ഷെ ഇത്രയൊക്കെ ചെയ്താൽ മതിയോ? അതാണ് ചോദ്യം. നമ്മൾ ചെയ്ത നന്മയും ചെയ്യാതിരുന്ന നന്മകളെക്കുറിച്ചും നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ചെയ്ത് കൊടുത്തില്ലെങ്കിൽ തന്നെ അതും തിന്മയായി ഭവിക്കുന്നു. അപ്പോൾ എന്നെ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല, എൻ്റെ വചനം പാലിക്കുകയും വചനാധിഷ്ഠിതമായി ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നവരെയാണ് എനിക്കിഷ്ടം. അപ്പോൾ വചനാധിഷ്ഠിതമായി ജീവിക്കുന്നവർക്ക് നന്മ ചെയ്യാതെ മുന്നേറുവാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ നന്മ ചെയ്യുന്നതിൽ പ്രവൃത്തികൾ ചെയ്യുന്നതിൽ പിന്നോക്കമാണെങ്കിൽ, ഞാനൊക്കെ ആണ്, അത് നമുക്ക് ഒരു കൂടുതൽ തീഷ്ണത ഉള്ളതാക്കാം. ഇന്ന് വൈകുന്നേരം പെരിയാറിൻ്റെ തീരത്ത് കാറ്റ് കൊള്ളാനൊക്കെ പോയിരുന്നു. ഒരു പെട്ടെന്നൊരു പഴയ സുഹൃത്തല്ല, ഇപ്പോഴും സുഹൃത്താണ്. പക്ഷെ പുള്ളി എപ്പോഴും ജോലി തിരക്കുള്ള ആളാണ്, ഓടി നടക്കുകയാണ് ജീവിതത്തിൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ. അപ്പോൾ പുള്ളീനെ വല്ലപ്പോഴൊക്കെ കിട്ടുള്ളൂ. ഇന്ന് പുള്ളി വൈകുന്നേരം ആയപ്പോൾ ഫ്രീ ആയിരുന്നു. പുള്ളിനെ കിട്ടി, സംസാരിച്ചു. അപ്പോൾ പുള്ളി ഒരു നല്ല കലാകാരനും കൂടിയാണ്. സാമ്പത്തികമായിട്ടൊക്കെ ഓക്കെ, പക്ഷേ ഒരു സമ്പന്നനാണെന്നും പറയാൻ പറ്റുകയൊന്നുമില്ല.
അപ്പോൾ പുള്ളിയുടെ യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ 6 ലക്ഷം വ്യൂസൊക്കെ കഴിഞ്ഞു. പക്ഷെ ഇതുവരെയും പുള്ളി അത് മോണിറ്റൈസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിൽ നിന്ന് പുള്ളിക്ക് 5 പൈസ കിട്ടുന്നില്ല. എനിക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു ഇതൊക്കെ അറിയാം. ഒരു പ്രാവശ്യം എൻ്റെ വേറൊരു ചാനൽ ഞാൻ മോണിറ്റൈസ് ചെയ്ത് അതിനിടയ്ക്ക് ഒരു $200 $300 എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്. അപ്പം എനിക്കത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് അറിയാം. ഞാൻ പുള്ളിയുടെ അടുത്ത് പറയുകയും ചെയ്തു, നമുക്കിത് എന്തായാലും മോണിറ്റൈസ് ചെയ്യണം, അല്ലെങ്കിൽ അത് വലിയ ഒരു നഷ്ടമാണ്, വലിയൊരു തെറ്റാണ് നമ്മൾ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. പുള്ളിയാണെങ്കിൽ തിരക്കിലും ഞാൻ വേറെ തിരക്കുകളിലും. ഞങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ പ്ലാൻ ചെയ്ത് കൂട്ടിമുട്ടാനായിട്ടൊരു അവസരം ഇന്നേ വരെ സംഭവിച്ചില്ല. ഇന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വലിയ ദ്രോഹമാണ് ചെയ്യുന്നത്. കാരണം എന്നാൽ ചെയ്യാവുന്ന ഒരു നന്മ ചെയ്യാൻ നിങ്ങൾ എന്നെ അനുവദിക്കുന്നില്ല. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞങ്ങൾ തമാശയിലൂടെ കാര്യമാണ് ഈ പറയുന്നത്. എനിക്ക് ചാൻസ് താ, ഐ വാണ്ട് ടു ഡു ഇറ്റ്, ഐ വാണ്ട് ടു ഹെൽപ്പ് യു. കാരണം ഈ കഴിവുകളെല്ലാം, ഈ താലന്തുകളെല്ലാം കർത്താവ് എനിക്ക് തന്നത് ഞാൻ അങ്ങയെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്നൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ, തിങ്കളാഴ്ച കാണാമെന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പിരിഞ്ഞിരിക്കുകയാണ്. എനിക്ക് വലിയ കുറ്റബോധം തോന്നുന്നു. ഇന്ന് പുള്ളി ഇത്രയും അച്ചീവ് ചെയ്തിരിക്കുകയാണ്. 6 ലക്ഷം സബ്സ്ക്രൈബേഴ്സോ വിസിറ്റേഴ്സോ അങ്ങനെയൊക്കെയാണ് പുള്ളി പറയുന്നത്. പുള്ളി വാട്സപ്പിൽ ഗ്രൂപ്പിൽ എന്തൊക്കെയാണ് പാട്ടൊക്കെ കമ്പോസ് ചെയ്യലും ബഹളവും. പക്ഷെ ഇത് ചെയ്ത് പുള്ളിയുടെ ജീവിതം തന്നെ ചിലപ്പോൾ മാറിപ്പോകും. അതിന് ഞാൻ പുള്ളിനെ സഹായിച്ചില്ലെങ്കിൽ ഞാനിതിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മളെല്ലാവരും ഇപ്രകാരം ചിന്തിക്കണം. ഈ സഹായം എന്ന് പറയുമ്പോൾ പൈസ മാത്രമല്ല. നന്മ ചെയ്യൽ എന്ന് പറയുമ്പോൾ പൈസ എടുത്ത് കൊടുക്കൽ മാത്രമൊന്നും അല്ല. അപ്പം നമുക്ക് എല്ലാവർക്കും കർത്താവ് ഓരോരോ കഴിവുകൾ തന്നിരിക്കുകയാണ്. അത് വെച്ച് നമുക്ക് മറ്റുള്ളവൻ്റെ ഈ ജീവിതത്തിൽ നെട്ടോട്ടമോടുന്നവർക്ക് ഒരു ചെറിയ കൈത്താങ്ങാകാൻ നമുക്ക് സാധിച്ചാൽ അത് മതി. ഈ ഒരു തിരിച്ചറിവിലേക്ക്, ഈ ഒരു തീപിടിച്ച ക്രിസ്ത്യാനികളാകുവാൻ, അങ്ങനെ നന്മ ചെയ്ത് ആർത്തുല്ലസിക്കുവാൻ, സന്തോഷിക്കുവാൻ, ക്രിസ്തുവിനെ സെലിബ്രേറ്റ് ചെയ്യുവാൻ നമ്മളെ എല്ലാവരെയും കർത്താവ് പ്രാപ്തരാക്കട്ടെ. ഇതിനുള്ള തുറവയും വെളിവും വെളിപാടും ധൈര്യവും സ്ഥിരതയും നൈർമല്യവും എല്ലാം കർത്താവ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ഗോഡ് ബ്ലെസ്. അപ്പോൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല, എൻ്റെ വചനമനുസരിച്ച് ജീവിക്കുകയും അതുപോലെ പ്രവൃത്തികൾ ചെയ്യുന്നവരെയുമാണ് എനിക്കിഷ്ടം എന്ന് കർത്താവ് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ആമേൻ.